തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു വിപ്ലവത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിത്തിരയിലെ സൂപ്പർ താര പദവിയിൽ നിന്നും കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ അനിശ്ചയത്തിനായ രാഷ്ട്രീയ നേതാവിലേക്കുള്ള ജോസഫ് വിജയ് എന്ന ദളപതിയുടെ വളർച്ച കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് ദശകങ്ങളായി തമിഴ് മണ്ണ് കാത്തിരിക്കുന്ന മാറ്റത്തിന്റെ പരിസമാപ്തിയാണ്. തമിഴക വെട്രി കഴകം എന്ന പുതിയ പ്രസ്ഥാനം തമിഴ്നാട് നിയമസഭയിലേക്ക് വൻ മുന്നേറ്റം നടത്തിയതും വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം എപ്പോഴും സിനിമയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. MGR, കരുണാനിധി, ജയലളിത തുടങ്ങിയവരെല്ലാം സിനിമയിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും പിന്നീട് രാഷ്ട്രീയ സിംഹാസനങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തവരാണ്. എന്നാൽ കഴിഞ്ഞ ഒരു ദശകമായി തമിഴ് രാഷ്ട്രീയം ഒരുതരം നിശ്ചലാവസ്ഥയിലായിരുന്നു. കരുണാനിധിയുടെയും ജയലളിതയുടെയും മരണശേഷം രൂപപ്പെട്ട രാഷ്ട്രീയ ശൂന്യത നികത്താൻ പലരും ശ്രമിച്ചെങ്കിലും ആർക്കും അതിനും പൂർണ്ണമായി സാധിച്ചിരുന്നില്ല. DMKയുടെ കുടുംബ രാഷ്ട്രീയത്തിനും AIADMKയുടെ ആഭ്യന്തര കലഹങ്ങൾക്കും ഇടയിൽ ഒരു ബദൽ രാഷ്ട്രീയ ശക്തിയായി തമിഴകം ദാഹിച്ചിരുന്നു. ആ ദാഹമാണിപ്പോൾ തമിഴക വെട്രി കഴകത്തിലൂടെയും അതിന്റെ നേതാവ് വിജയിലൂടെയും പൂവണിയുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി TVK മാറിയത് എല്ലാ രാഷ്ട്രീയ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. 108 സീറ്റുകൾ നേടി നിയമസഭയിലെ കരുത്തുറ്റ ശക്തിയായി വിജയ് മാറി. 234 അംഗങ്ങളുള്ള തമിഴ്നാട് നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റുകളാണ്. കേവല ഭൂരിപക്ഷത്തിന് വെറും 10 സീറ്റുകൾ മാത്രം അകലെ നിൽക്കുമ്പോഴാണ് വിജയുടെ രാഷ്ട്രീയ നയതന്ത്ര വിജയം കാണുന്നത്. ദേശീയ തലത്തിൽ BJPക്കെതിരെ നിൽക്കുന്ന കോൺഗ്രസ് തമിഴ്നാട്ടിൽ വിജയുടെ പുരോഗമനപരമായ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് 5 സീറ്റുകൾ വാഗ്ദാനം ചെയ്തു. ദളിത് രാഷ്ട്രത്തിന്റെ കരുത്തായ തിരുമവളന്റെ VCK തങ്ങളുടെ 2 സീറ്റുകൾ വിജയ്ക്ക് പിന്തുണയായി പ്രഖ്യാപിച്ചു. ഇതോടെ അംഗബലം 115 ഉയർന്നു. ഭൂരിപക്ഷത്തിന് ആവശ്യമായ ബാക്കി 3 സീറ്റുകൾക്കായി സ്വതന്ത്രമായും മറ്റു ചെറുകക്ഷികളുമായും TVK ചർച്ചകൾ തുടരുകയാണ്. 14 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കാമെന്ന ആത്മവിശ്വാസം വിജയ് ഗവർണറെ അറിയിച്ചതും അത് ഗവർണർ അംഗീകരിച്ചതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ വിജയമാണ്. ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി വിജയ് നടത്തിയ അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച തമിഴ് രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റിമറിച്ചു. സാധാരണഗതിയിൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കാറുള്ളൂ. എന്നാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലും പിന്തുണ നൽകുന്ന കക്ഷികളുടെ സമ്മതപത്രം മുൻനിർത്തിയും വിജയിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ ഗവർണർ തയ്യാറായി. ഇതൊരു രാഷ്ട്രീയ അട്ടിമറിയായി കാണുന്നവരുമുണ്ട്. എന്നാൽ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ചുള്ള നീക്കമാണിതെന്ന് TVK കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. ഈ രാഷ്ട്രീയ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ കരുത്ത് തമിഴ്നാട്ടിലെ യുവാക്കളാണ്. ദ്രാവിഡ രാഷ്ട്രത്തിന്റെ പരമ്പരാഗത തർക്കങ്ങളിൽ താല്പര്യമില്ലാത്ത വികസനവും അഴിമതിരഹിത ഭരണവും ആഗ്രഹിക്കുന്ന പുതിയ തലമുറ വിജയനെ തങ്ങളുടെ നേതാവായി കണ്ടു. സിനിമയിലെ തന്റെ താരപദവിയെ കേവലം വിനോദത്തിന് മാത്രമായി ഉപയോഗിക്കാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിലൂടെ വിജയ് യുവാക്കളുടെ ഇടയിൽ ഒരു ഐക്കണായി മാറി. ജല്ലിക്കെട്ട് പ്രക്ഷോഭകാലത്ത് യുവാക്കൾ കാണിച്ച ആവേശം ഇപ്പോൾ വിജയുടെ വിജയത്തിലും പ്രകടമാണ്. വിജയുടെ മുന്നേറ്റം തമിഴ്നാട്ടിലെ മറ്റ് പ്രധാന പാർട്ടികളെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുമുണ്ട്. ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതിലൂടെ അടുത്തൊരു പോരാട്ടത്തിന് DMK തയ്യാറെടുക്കുകയാണ്. MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയായി ഈ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തപ്പെടുന്നു. എടപ്പാടി പളനിസ്വാമിക്ക് പാർട്ടിയിൽ കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരുന്നുമുണ്ട്. പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം നേതാക്കൾ വിജയനെ പിന്തുണയ്ക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് പാർട്ടിയുടെ അടിത്തറയും ഇളക്കുന്നു. PMK സംബന്ധിച്ചിടത്തോളം അൻപുമണി രാമദോസിന്റെ പിന്തുണ വിജയ്ക്ക് ആവശ്യമാണെങ്കിലും ഉപമുഖ്യമന്ത്രി എന്ന വിലപേശലിന് വിജയ് വഴങ്ങാത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ കർക്കശം വ്യക്തമാക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി ചെന്നൈ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് കാണാൻ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ കർശന നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആവേശം തടയാൻ ആർക്കും സാധിക്കുന്നില്ല. മരീന ബീച്ചിലും നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിലും സായുധ പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഒരു ആഘോഷം എന്നതിലുപരി ഒരു മാറ്റത്തിന്റെ തുടക്കമായി ജനങ്ങൾ കാണുന്നു. അധികാരമേറ്റ ശേഷം വിജയനെ കാത്തിരിക്കുന്നത് വലിയ കടമ്പകളാണ്. തന്റെ പ്രസംഗങ്ങളെല്ലാം വിജയ് ഊന്നിപ്പറഞ്ഞ പ്രധാന കാര്യം അഴിമതിരഹിത ഭരണമാണ്. ഇത് പ്രാവർത്തികമാക്കുക എന്നതും വലിയ വെല്ലുവിളിയാണ്. തമിഴ്നാടിന്റെ കടബാധ്യതകൾ പരിഹരിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കാൻ മറ്റ് പാർട്ടികളുടെ പിന്തുണ ആവശ്യമുള്ളതിനാൽ അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വിജയുടെ രാഷ്ട്രീയ പക്വതയുടെ പരീക്ഷണമാകും. തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു ചക്രവർത്തിയുടെ അന്ത്യവും മറ്റൊരു സൂര്യന്റെ ഉദയവുമാണ് നാം കാണുന്നത്. സിനിമയിലെ തന്റെ പേര് പോലെ തന്നെ രാഷ്ട്രീയത്തിലും വിജയം വരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ യഥാർത്ഥ പോരാട്ടം ആരംഭിക്കുന്നത് ഭരണത്തിന്റെ ആദ്യ നാളുകളിലാകും. തന്റെ ആരാധകരെ മക്കൾ എന്ന് വിളിക്കുന്ന വിജയ് അവരെ നയിക്കുന്ന മുഖ്യമന്ത്രിയായി മാറുമ്പോൾ തമിഴ് മണ്ണ് പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ വികസന മാതൃകയാണ്. ഭാഷയ്ക്കും സംസ്കാരത്തിനും മുൻഗണന നൽകുന്ന അതേസമയം ആധുനികമായ കാഴ്ചപ്പാടുകളുള്ള ഒരു ഭരണകൂടം തമിഴ്നാട്ടിൽ വരുന്നത് ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും.
വിജയിയുടെ ഈ പടയോട്ടം വരും തലമുറയ്ക്ക് ഒരു വലിയ പാഠപുസ്തകമായിരിക്കും. എങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാം എന്നതിനും കൃത്യമായ ആസൂത്രണത്തിലൂടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനും തമിഴ്നാട് കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ദളപതി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ നിമിഷത്തിനായി. ചെന്നൈയിലെ തെരുവുകളിൽ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ വെറും ഒരു താരത്തോടുള്ള ആരാധനയല്ല, മറിച്ച് മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു ജനതയുടെ മുറവിളിയാണ്. വരും മണിക്കൂറുകളിൽ തമിഴകത്തു നിന്നും പുറത്തു വരുന്ന ഓരോ വാർത്തയും ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. ഇത് തമിഴ് രാഷ്ട്രീയത്തിന്റെ പുതിയ ചരിത്രമാണ്.